പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ റിവ്യൂ ആണ്. എല്ലാവർക്കും അറിയാം, നമുക്കിപ്പോൾ വേർട്ടസിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ 1.5ൻ്റെ അകത്തായിരുന്നു ബ്ലാക്ക് കളർ ആദ്യം തന്നെ ഫോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ കുറേ റിക്വസ്റ്റ് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ് വാനിൽ 1 ലിറ്ററിലും ഇപ്പോൾ ടോപ്പ് ലൈൻ എന്ന് പറയുന്ന വരുന്നില്ല, അതായത് ഫുൾ ഓപ്ഷനിലും ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ ഇവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ആണ്, ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. ടോപ്പ് ലൈനിൻ്റെ വീഡിയോ എനിക്ക് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു ബ്ലാക്ക് കളർ എന്നപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. ടോപ്പ് ലൈനിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ TSI എഞ്ചിനാണ് വരുന്നത്. അതായത് 115 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ടർബോ എഞ്ചിനാണ് കൊടുത്തുള്ളത്. ഇതിൻ്റെ അകത്ത് 6 സ്പീഡ് ഓട്ടോമാറ്റിക്, അതായത് ടോർക്ക് കൺവേർട്ടറും വരുന്നുണ്ട്. അതുപോലെ തന്നെ മാനുവലിലേക്ക് പോകുമ്പോൾ 6 സ്പീഡ് മാനുവലാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. ഞാൻ ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് കളർ എന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓവറോൾ വ്യൂ ജസ്റ്റ് കാണിച്ചിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേ പേര്, അതായത് GT ഇറങ്ങിയ ടൈമിലും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു 1 ലിറ്ററിലും ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ റിക്വസ്റ്റ്, അതായത് ഫോക്സ് വാൻ്റെ ഞാൻ കണ്ടെടുത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോക്സ് വാൻ്റെ വണ്ടി ഇറങ്ങി ഇപ്പോൾ തൊട്ടിട്ട് കുറേ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അതുപോലെ തന്നെ മാർക്കറ്റിലെ ഫീഡ്ബാക്ക് അവർ കളക്ട് ചെയ്തിട്ട് കുറേ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ അവരുടെ ഇപ്പോൾ ഉള്ള വണ്ടിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു 1 ലിറ്ററിൽ ഇവർ ടോപ്പ് ലൈനിൽ തന്നെ ബ്ലാക്ക് കളർ കൊണ്ടുവന്നില്ല. ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് DR ഓണിലാണ്. മോർണിംഗ് ഈ ഒരു ഇത്രയും വെയിലുള്ള ടൈമിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ഇതാണ് ഇതിൻ്റെ DR ഇപ്പോൾ ഓണിലാണുള്ളത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ. ഇതാണ് നമുക്ക് പ്രൊജക്ടർ LED ഹെഡ് ലാമ്പ് വരുന്നത്. ഇവിടെ നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു ക്രോം ഫിനിഷ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് മാത്രമാണ് DR ലൈറ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലും ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷും മിഡിലായിട്ടൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷാണ് കൊടുത്തുള്ളത്. 2D ലോഗോ ആണ് ഇപ്പോൾ ഫോക്സ് വാൻ്റെ. പണ്ട് അതായത് 3D ലോഗോ ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡൽസ് വന്ന ടൈം തൊട്ടിട്ട് ഇപ്പോൾ 2D ലോഗോ ആണ് ഫോക്സ് വാൻ്റെ വണ്ടികൾക്ക് എല്ലാത്തിനും കൊടുക്കുന്നത്. എയർ ഡാം ഈവൻ ഇവിടെ ആണെങ്കിലും താഴെ ആണെങ്കിലും ഫുള്ളി ഓപ്പണിലാണുള്ളത്. ഇവിടെ ആയിട്ടാണ് ടോയിങ് ഹൂക്ക് കൊടുത്തുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ഫംഗ്ഷനിലൊരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ക്രോം ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റയർലി ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനങ്ങനെ ഡീറ്റെയിൽഡ് റിവ്യൂ ആക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബ്ലാക്ക് ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ കൂടുതലായിട്ട് റീച്ച് കിട്ടും. അപ്പോൾ കുറേ പേർക്ക് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അതിലൂടെ അറിയാൻ പറ്റും. അല്ലാതെ ഞാൻ ടോപ്പ് ലൈനിൽ ഇട്ടപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ വർഷം ഒരു 5000 ആൾ ആ റേഞ്ചിൽ മാത്രമേ വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു ബ്ലാക്കിനകത്താണെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ റീച്ച് കിട്ടും. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അലോയ് വീലിനകത്തൊന്നും ഡിസൈനിനകത്തൊന്നും ഒരു ചേഞ്ചസും ഇല്ല. നോർമൽ നമുക്ക് ടോപ്പ് ലൈനിൽ ഇതിനു മുമ്പുള്ള ടോപ്പ് ലൈനിൽ എങ്ങനെയാണോ ഡിസൈൻ ഉണ്ടായിരുന്നത് സെയിം അലോയ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഇതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ പ്രൊഫൈൽ കൊടുത്തുള്ളത് 205 55 R16 ആണ് കൊടുത്തുള്ളത്. MRFൻ്റെ ടയറാണ് ഇൻബിൽഡ് ആയിട്ട് ഇതിൽ കൊടുത്തുള്ളത്. പിന്നെ എല്ലാം തന്നെ, അതായത് റൂഫ് ആണെങ്കിലും നമുക്ക് ORVM ആണെങ്കിലും എല്ലാം തന്നെ ബ്ലാക്ക് പെയിൻറ്റഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തുള്ളത്. ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ വണ്ടികളിലും പലർക്കുള്ളൊരു കൺഫ്യൂഷനാണ്. അതായത് ബാക്കി എല്ലാ വേരിയൻറ്റിലും അവിടെ കാണുന്ന ആ ഒരു GT ടൈഗൂണിൽ ഉൾപ്പെടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ല. പലരും എല്ലാവരും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ബ്ലാക്ക് എന്നാണ്. അത് കാർബൺ സ്റ്റീൽ ഗ്രേ എന്ന് പറയുന്ന കളറാണ് ശരിക്കും പറഞ്ഞാൽ റൂഫ് കൊടുത്തുള്ളത്. എന്നാൽ ഈ ഒരു ബ്ലാക്കിൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ എൻ്റയർ ബോഡി ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. ഇവിടെ ആയിട്ട് ഇൻഡിക്കേറ്റർ കാണാൻ പറ്റും, ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ഇവിടെ ആയിട്ട് ചെറിയൊരു പോർഷനും കൊടുത്തിട്ടുണ്ട്, അതായത് ഡ്രൈവർക്ക് കാണാനായിട്ട്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഡോറിൻ്റെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റിന് സെൻസർ കൊടുത്തിട്ടുണ്ട്. അതായത് കീലെസ് എൻട്രി നമുക്ക് ഡ്രൈവർ സൈഡിലും അതുപോലെ തന്നെ ഈ ഒരു കോ ഡ്രൈവർ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ള ഈ ഒരു B പില്ലർ വൈറ്റ് കളർ അല്ല. കാരണം പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അവിടെ നിങ്ങൾക്ക് ടൈഗോണ്ട് ഒരു സൗണ്ട് എഡിഷൻ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ റൂഫും ORVM കാര്യങ്ങളൊക്കെ വൈറ്റാണ് വരുന്നത്. അപ്പോൾ പലർക്കുള്ളൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇതിൽ ഇവിടെ വൈറ്റാണ് വരുന്നത്. ഞാൻ അധികം വീഡിയോസിൽ മെൻഷൻ ചെയ്യാറുണ്ട്, കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. അതായത് ഇതൊരു സ്റ്റിക്കറാണ് വരുന്നത്. അതായത് സ്റ്റോക്ക് വരുന്ന ടൈമിലൊരു സ്റ്റിക്കർ, ഇവിടെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും, ഗ്ലോസി ബ്ലാക്കാണ് വരുന്നത്. അവിടെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തെന്ന് മാത്രം. ഇവിടെ ആണെങ്കിൽ റിയറിലും അതായത് ഫ്രണ്ടിലും റിയറിലും നമുക്കൊരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഡോറിൽ തന്നെ. ഓക്കെ, അത്രയാണ് പറയുന്നത്. പിന്നെ റൂഫിലേക്ക് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ സൺ റൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, ടോപ്പ് ലൈനിൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് ലൈനിലും GTയിലാണ് നമുക്ക് സൺ റൂഫ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ഷാർക്ക് പിൻ ആൻറ്റിന കാണാൻ പറ്റും. ഇനി റിയറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഡീഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് വീഡിയോ അല്ല, സെപ്പറേറ്റ് ആയ ഷോർട്ട് വീഡിയോ ഞാൻ ചാനലിട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ ആയിട്ടാണ് കൊടുത്തുള്ളത്. ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ റിയറിലുള്ള ഡിസൈൻ. ഈ ഒരു ബ്ലാക്ക് കളറിൽ കുറച്ചുകൂടി ക്ലാസി ലുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പ് ലൈനിലും ഉണ്ട്. GTന് പുറമേ തന്നെ ഇത് പേഴ്സണലി ഇഷ്ടപ്പെടുന്നവരും കുറേ പേരുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അലോയ് വീലും ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുമ്പോൾ കുറച്ചൊരു സ്റ്റാൻഡ് ഔട്ടായിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമുക്ക് വേർട്ടസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും, സ്പേസ് വിട്ടിട്ട് തന്നെ. പിന്നെ ഇവിടെ TSI, അതായത് GT എന്ന് മാറ്റി നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ TSIയുടെ ബാഡ്ജിങ് ആണ് കാണാൻ പറ്റുക. മറ്റേ GTയിലേക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ അവിടെ GT എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഉണ്ടാവും മാത്രം. റിയറിൽ നമുക്ക്
സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്, 3 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇവിടെയായിട്ട് നമുക്ക് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 180 ഡിഗ്രിയുടെ നോർമൽ ക്വാളിറ്റിയാണ്, അത്ര വലിയ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു നോർമൽ ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ബൂട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ വീൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സെയിം MRFൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വൺ സൈസ് കുറവായിരിക്കും. ഇത് 195 65 R15 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 15 ഇഞ്ചിൻ്റെ അലോയ് വീലല്ല വരുന്നത് അതിൽ. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് വെച്ചാൽ 521 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു കൺഫ്യൂഷൻ, ഇവിടെ വരുന്നൊരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഈ ഒരു കീയിൽ നമുക്ക് ബൂട്ട് ഓപ്പണിംഗ് ഉണ്ടോ, ഇലക്ട്രിക്കലി ബൂട്ട് ഓപ്പണിംഗ് ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഇഗ്നിഷൻ ഓണിലായിരുന്നു, അതുകൊണ്ടാണ് വർക്കാവാതെ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അതായത് പലരും ചോദിക്കുന്നത് വെച്ചാൽ ഇലക്ട്രിക്കലി നമുക്ക് ടെയിൽ ഗേറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രിക്കലല്ല, ഇവിടെ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതായത് അൺലോക്ക് ചെയ്യുന്ന ടൈമിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പപ്പ് ആയിട്ട് വരുന്നത് മാത്രം. ഇത് ജസ്റ്റ് അൺലോക്ക് ചെയ്യാൻ മാത്രമാണ് പറ്റുന്നത്. ഇത് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നമുക്ക് ലോക്ക് ആവുന്ന ഓപ്ഷൻസോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ മാനുവലി ഇതുപോലെ ചെയ്യണമെന്ന് മാത്രമാണുള്ളത്. ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. ഇവിടെ ആയിട്ട് ഈ ഒരു ക്രോം ഫിനിഷ് കാണാൻ പറ്റും നിങ്ങൾക്ക്. എൻ്റെയർലി നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അങ്ങോളം. ഞാൻ ഈ പറഞ്ഞ പോലത്തെ സെൻസേഴ്സും കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ട് അധികം മുഷിപ്പിക്കുന്നില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സീറ്റ്, ഒരു റിയർ സീറ്റിൻ്റെ ആംഗിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാണ് ഇതിൻ്റെ റിയർ സീറ്റ് ആംഗിൾ വരുന്നത്. ഫ്ലോർ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ചെറിയൊരു ഹമ്പ് അവിടെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളും അതുപോലെ തന്നെ 5 പേര് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. പക്ഷേ 5 പേര് ഒരിക്കലും ഇങ്ങനെയുള്ള വണ്ടികളിലൊന്നും ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതായത് 4 അഡൽട്ടോ അതുപോലെ തന്നെ ഒരു ചൈൽഡ് എന്നുള്ള രീതിയിൽ പോകുകയാണെങ്കിൽ കംഫർട്ടായിട്ട് പോകാമെന്നുള്ള രീതിയിലാണ്. പിന്നെ ഇവിടെയായിട്ട് നമുക്ക് AC വെൻ്റ്, റിയർ AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. തൊട്ടായിട്ട് C2C ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഹെഡ് റെസ്റ്റ് ഇത് 3 അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ മിഡിൽ തന്നെ നമുക്ക് കപ്പ് ഹോൾഡർ കൂടെ ഇതും കൊടുത്തിട്ടുണ്ട്, ആംറെസ്റ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു റിയർ സീറ്റ് നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് നമുക്ക് റിയറിൽ പറയാനുള്ളത്. റിയറിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ക്യാബിൻ ലൈറ്റ്, ഹാൻഡിലും അതുപോലെ തന്നെ ഹൂക്കും അവിടെ കാണാൻ പറ്റും. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു ഡോർ പാഡിലാണ് പവർ വിൻഡോ സ്വിച്ചസ് ഇവിടെ റിയറിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പലർക്കുള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇലക്ട്രിക് സീറ്റ്, അതായത് നമുക്ക് ഇനി വരുന്ന എല്ലാ വേരിയൻറ്റിലും ടോപ്പ് ലൈനിലാണെങ്കിലും GT-യിലാണെങ്കിലും ഇനി മുതൽ ഇലക്ട്രിക് അഡ്ജസ്റ്റ് ആയിട്ട് നമുക്ക് സീറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ബ്ലാക്ക് ലേറ്റസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് സെയിം ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിലും കോ ഡ്രൈവർ സൈഡിലും ഈ ഒരു ഫംഗ്ഷൻസ് 6 വേ അഡ്ജസ്റ്റബിൾ ആയിട്ട് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിലേക്ക് വരുമ്പോൾ വെച്ചാൽ വെന്റിലേറ്റഡ് സീറ്റാണ്. ഫ്രണ്ടിലത്തെ രണ്ടിൽ നമുക്ക് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും കൊടുത്തില്ല. അതിൻ്റെ ഫംഗ്ഷൻസ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് 4 പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 പവർ വിൻഡോ സ്വിച്ചസും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർ സൈഡിൽ മാത്രമാണ് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കൊടുത്തില്ല. പിന്നെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും അതുപോലെ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഒരു നോബായിട്ട് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഫോൾഡിങ് അതിൽ വരുന്നുണ്ട്. ലോക്ക് ചെയ്യുന്ന ടൈമിൽ ഓട്ടോ ഫോൾഡ് ആകാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡോർ പാഡിൻ്റെ സ്പേസ് വരുന്നത്. സ്പീക്കേഴ്സ് പറഞ്ഞ പോലെ തന്നെ 4 ഡോറിലും വരുന്നുണ്ട്. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് പലരും ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സബ്വൂഫറും ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇതിൽ വരുന്നില്ല. ഇതിന് തൊട്ട് മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്ന വേറൊരു എഡിഷൻ ഉണ്ടായിരുന്നു, അതായത് സൗണ്ട് എഡിഷൻ എന്ന് പറയുന്ന ഒരു എഡിഷൻ ഉണ്ടായിരുന്നു. അതിൽ മാത്രമാണ് ഈ ഒരു ടോപ്പ് ലൈനിൽ നമുക്ക് സബ്വൂഫറും ആംപ്ലിഫയറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലത് വരുന്നില്ല. ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷൻസ് കൊടുത്തില്ല. ഇതിൽ ഓട്ടോ ഹെഡ് ലാമ്പ് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ലെവലർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഉള്ളിൽ കയറി ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, ഇതാണ് ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത്. പിന്നെ ക്ലസ്റ്ററിൽ തന്നെ കുറേ വ്യൂ മോഡ്, അതായത് കുറേ നല്ല 3 വ്യൂ മോഡാണല്ലോ. ഒന്ന് ഈ ഒരു വ്യൂ മോഡും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഡോമീറ്ററും അതുപോലെ തന്നെ പിന്നെയുള്ള RPM മീറ്ററുമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല. ആ ഒരു വീഡിയോ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹോൺ സൗണ്ട്, ഇതാണ് ഹോൺ സൗണ്ട് വരുന്നത്. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ തന്നെ ആഡ് ഓർ മൈനസ് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വോളിയം ബട്ടണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലാണ് നിങ്ങൾ വെച്ചാൽ ചാനൽ ചേഞ്ച് ഓപ്ഷൻസും. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു വ്യൂ മോഡ് ഞാൻ പറഞ്ഞ ഓൾറെഡി ക്ലസ്റ്ററിൻ്റെയാണ്. ബാക്കി ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ക്ലസ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. വോയിസ് കമാൻഡിൻ്റെ ഒരു സ്വിച്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പെഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയോ ലിവർ കൊടുത്തുള്ള. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് വൈപ്പേഴ്സിൻ്റെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തുള്ളത്. ഓക്കെ, അത്രയാണ്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ജസ്റ്റ് ലിവർ ഒന്ന് താത്തുക, അതിനുശേഷം നമുക്ക് റീച്ച് ആൻഡ് അതുപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അത്രയാണ് പറയാനുള്ളത്. പിന്നെയുള്ളതെന്ന് വെച്ചാൽ ഇത് നമുക്ക് 10 ഇഞ്ചിൻ്റെ ഒരു ഫുൾ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് AC ആണ് കൊടുത്തിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ACയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ് ഓപ്ഷൻസ്, ചാർജിങ് പാഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, അത് നമുക്ക് ഈവൺ ഓഫ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ വെന്റിലേഷൻ സീറ്റിൻ്റെ സ്വിച്ചസ് കൊടുത്തില്ല. പുഷ് ബട്ടൺ സ്റ്റാർട്ട് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചോദിക്കുന്നതാണ് കൺഫ്യൂഷനോട് കൂടിയിട്ട്. ഇതാണ് നമുക്ക് ATM ഹോൾഡർ എന്ന് പറഞ്ഞിട്ട് ATM ജസ്റ്റ് ഇവിടെ വെക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് ഹാൻഡ് ബ്രേക്കിൻ്റെ കൊടുത്തുള്ള ഇലക്ട്രിക് അല്ല, ഒരു ലിവറാണ് ഇതിന് കൊടുത്തുള്ളത്. പിന്നെ ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൻ്റെ തൊട്ടതായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു ചാനൽ കയറുന്നവർക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മുഷിപ്പായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അധിക വണ്ടിയിലും അധിക ഫീച്ചേഴ്സ് കോമൺ ആയിട്ടുള്ളതുകൊണ്ട് തന്നെ അത് തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലാത്തവർക്ക് ചിലപ്പോൾ മുഷിപ്പായിട്ട് തോന്നാം. ഓക്കെ, പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IR നമുക്ക് ഓട്ടോ ഡിം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺറൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസിലാണ് സൺറൂഫ് വരുന്നത്. ഓക്കെ, ഇത് 1 ടച്ചിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഒടുക്കത്തെ വെയിലും ചാനൽ C2C ചാർജിങ് പോർട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അധിക സ്ഥലത്തും. പിന്നെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തെന്ന് മാത്രം. ബാക്കി എല്ലാവിടെയും നമുക്ക് ചാർജിങ് പോർട്ടാണ്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും കൊടുത്തില്ലെന്ന് വെച്ചാൽ C2C മാത്രമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഗ്ലോ ബോക്സിൽ നമുക്ക് കൂളിംഗ് ഫങ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് എന്താ പറയേണ്ട ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ബേസ് മോഡലൊക്കെ പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഫൈബർ ഫിനിഷ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി മിഡിൽ ഓപ്ഷൻ ആയിക്കോട്ടെ, ഫുൾ ഓപ്ഷൻ അതുപോലെ തന്നെ GT-ലൊക്കെ പോകുമ്പോൾ ഇവിടെ ഒരു ഗ്ലോസി ബ്ലാക്കിലാണ് നമുക്ക് ഫിനിഷിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ കയറി നോക്കിയാൽ അത് ഫോക്സിൻ്റെ വീഡിയോസ് മാത്രമാണ് ഉണ്ടാകും. അത്രയാണ് ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇൻ കേസ് എന്തെങ്കിലും വിട്ടുകൊണ്ട് നിങ്ങൾ കമൻറ്റായിട്ട് ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. അത്രയൊക്കെ ഉള്ളൂ. ഇനി ജസ്റ്റ് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ജസ്റ്റ് ബ്ലാക്ക് വണ്ടി വന്നപ്പോൾ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേര് ഈ ഒരു ടോപ്പ് ലൈൻ്റെ വീഡിയോ കാണാൻ ബ്ലാക്കിൻ്റെ വന്നപ്പോൾ തന്നെ ടോപ്പ് ലൈൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോക്സിൻ്റെ വീഡിയോസൊക്കെ കൂടുതലായിട്ട് കാണാൻ പറ്റും. ടിൽ ദെൻ നെക്സ്റ്റ് വീഡിയോസ് കാണുന്നവരെയും ബൈ ബൈ.